ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നുമാണ്. ഇവിടെ നിന്നും KSRTC ബസ്സിൽ കയറി കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അത്ഭുതമായ ആഴിമല ശിവക്ഷേത്രം കാണാൻ പോവുകയാണ് നമ്മൾ. തമ്പാനൂർ ബസ് ടെർമിനലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും വിഴിഞ്ഞം പൂവാർ ബോർഡ് വെച്ച് വരുന്ന ബസ്സിൽ കയറിയാണ് നമ്മൾ ആഴിമലയ്ക്ക് പോകേണ്ടത്. 33 രൂപയാണ് തമ്പാനൂരിൽ നിന്നും ആഴിമല വരെ ഒരാൾക്കാവുന്ന ടിക്കറ്റ് ചാർജ്. ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരുവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കേരളത്തിൽ പരശുരാമനെ പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ഏക പ്രധാന ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അവസാനം നമ്മൾ ആഴിമലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും 800 മീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്ക് നടക്കുവാനുണ്ട്. പോകുന്ന വഴിയിൽ നമുക്ക് ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ കാണുവാൻ സാധിക്കും. താഴത്തോട്ടൽപ്പം ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ആൽമരം കാണുവാൻ സാധിക്കും. കടൽ തിരമാലകളുടെ ശബ്ദത്തോടൊപ്പം ശിവദർശനം ലഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. ആഴി എന്നാൽ കടൽ എന്നാണ് അർത്ഥം. കടലിനോട് ചേർന്ന പ്രദേശമായതിനാലായിരിക്കും ആഴിമല എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നുമുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് കേട്ടോ നമ്മളിവിടെ കയറി വരുമ്പോൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ട് ഇത് പണിത് വെച്ചിരിക്കുന്നതെന്ന്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്നയാളാണ് ഈ പ്രതിമയുടെ ശില്പി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയും ഈ പ്രതിമ തന്നെയാണ്. നോക്കിക്കേ, എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നതെന്ന്. 2014 ഈ പ്രതിമയുടെ നിർമ്മാണം ആരംഭിച്ചത്. പണി പൂർത്തിയാകാൻ 6 വർഷങ്ങൾ വേണ്ടിവന്നു. പണിയെല്ലാം പൂർത്തിയായതിനു ശേഷം 2020 ഡിസംബർ 31 ഈ പ്രതിമ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ശിവന്റെ തൃശൂലത്തെ കിടക്കുന്ന ആ തുണിയൊക്കെ നോക്കിക്കേ, എത്ര പെർഫെക്ഷനല്ലേ. അതിൻ്റെ ആ ചുളുക്കും മടവും എല്ലാം ഒന്നും പറയാനില്ല, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവഭഗവാനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ കാലിലുള്ള ആ ചുളിവൊക്കെ എന്ന് നോക്കിക്കേ, എത്ര പെർഫെക്റ്റ് ആയിട്ട് മൈന്യൂട്ടായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നതെന്ന്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ തിരുവനന്തപുരം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. പൂർണ്ണമായിട്ടും സിമന്റിലാണ് ഈ പ്രതിമ പണിതിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ പ്രതിമ കാണാൻ എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരെയാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻസും. ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് ആഴിമല ബീച്ചിൻ്റെ നല്ല അതിമനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. സൂര്യാസ്തമയമൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ട് തന്നെയാണ് ഇവിടം. തമ്പാനൂരിൽ നിന്നും 22 കിലോമീറ്റർ മാത്രം ദൂരമേ ഇവിടത്തേക്കുള്ളൂ.
ഇപ്പോഴും ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അകത്തു നിന്നും പുറത്തിറങ്ങിയിട്ട് നമ്മളിപ്പോൾ ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് നടക്കുന്നത്. അതിഭയങ്കരമായ ശക്തിയേറിയ തിരമാലയാണ് ഇങ്ങോട്ടേക്ക് അടിച്ചു വരുന്നത്. കണ്ടോ അങ്ങകലെ സൂര്യൻ അസ്തമിക്കുന്നത്? പൊളി കാഴ്ചയല്ലേ. ഇവിടെ വരെ വന്നിട്ട് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാതിരുന്നാൽ എങ്ങനെ? അതിനാൽ നമുക്കിനി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ ബീച്ചിൽ നിന്നുമുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ അടിപൊളി ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നുമുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് തമ്പാനൂർക്ക് തന്നെ പോവുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം.